കളക്ടർ ബ്രോ, ഇനി ഞാൻ തള്ളട്ടെ. ഓർമ്മ. രചന, അവതരണം പ്രശാന്ത് നായർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. ആമുഖം. ഏറെക്കാലമായി ഇപ്പ സംഭവിക്കുമെന്ന് തോന്നിച്ച ഒന്നാണ് ഈ പുസ്തകം. ഒടുവിൽ തേങ്ങയുടയ്ക്കാൻ സ്വാമി തീരുമാനിച്ചു. ഈയുള്ളവൻ ജില്ലാ കലക്ടറായി ചെലവഴിച്ച വർഷങ്ങളിലെ ഉള്ളറ കഥകൾ അക്കാദമിക ആവശ്യങ്ങൾക്കായി അച്ചടിക്കാൻ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും തലമൂത്തവരും എന്നോട് പണ്ടേ പറയുമായിരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിനായി സംഭവങ്ങളും അനുഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കാൻ ധാരാളം മുതിർന്ന ഉദ്യോഗസ്ഥരും ഉപദേശിച്ചു. സർവീസിലെ പിൻതലമുറയ്ക്ക് ഇങ്ങനെയൊരു രേഖപ്പെടുത്തൽ ആവശ്യമാണെന്നായിരുന്നു ചിലരുടെ ഉപദേശം. രാഷ്ട്രീയത്തിലേക്ക് കളം മാറി ചവിട്ടിയ ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അവനവൻ ചെയ്ത കാര്യങ്ങൾ സ്വയം തള്ളണം എന്ന അസാധ്യ ന്യായമായിരുന്നു. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് പുസ്തകമെഴുത്തിൽ നിന്ന് ഞാൻ വിട്ടുപിടിച്ചു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രവൃത്തികളെക്കുറിച്ച് പ്രഥമ പുരുഷനായി എഴുതാനുള്ള അതിഭീകരമായ നാണക്കേടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ചെയ്യുമ്പോൾ വിശദീകരിക്കുന്ന സംഭവങ്ങളിൽ നമുക്കുള്ള പ്രാധാന്യത്തിനും അതിൻ്റെ അന്തിമ ഫലത്തിലുള്ള നമ്മുടെ സംഭാവനയ്ക്കും എല്ലായ്പ്പോഴും അമിത പ്രാധാന്യം വരും. ഞാൻ പണ്ട് ജില്ലാ കലക്ടറായിരുന്നപ്പോ എന്നത് സടകൊഴിഞ്ഞ മുതിർന്ന സിംഗങ്ങൾ പറയാറുള്ള എണ്ണമറ്റ ബോറൻ കഥകളുടെ ആമുഖമാണ്. എനിക്കാണെങ്കിൽ ഈ ടൈപ്പ് കഥകൾ കേൾക്കുന്നതേ അൺസഹിക്കബിളാണ്. എന്നിട്ട് ഞാൻ തന്നെ അത് ചെയ്യണം. അതെന്തൊരു പ്രഹസനമായിരിക്കും സജി. എന്നിരുന്നാലും ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്കറിയാവുന്ന ചിലതുണ്ട്. ഒരാൾക്ക് പ്രായം കൂടുകയും നടന്ന സംഭവങ്ങളിൽ നിന്ന് കാലപ്രയാണത്തിൽ ദൂരം കൂടുകയും ചെയ്യുമ്പോൾ വസ്തുതകൾ ഓർത്തെടുക്കുന്നതിൽ കൃത്യത കുറയും. പറയുന്ന കഥകളിൽ അവനവന്റെ നായകത്വത്തിന് പ്രാധാന്യമേറുകയും ചെയ്യും. അതായത് കാലപ്പഴക്കം വേണുനാഗവള്ളിയെ രജനീകാന്താക്കും എന്ന് സാരം. അതുകൊണ്ട് ഓർമ്മകളിലെ അഹം കൂടിക്കൂടി വല്ലാതെ കറ പിടിക്കുന്നതിന് മുമ്പ് എന്റെ പഴങ്കഥകൾ ഏതാനും പുറങ്ങളിലെങ്കിലും എഴുതിക്കളയാമെന്ന് ഒടുവിൽ ഞാൻ തീരുമാനിച്ചു. എങ്ങനുണ്ട് ന്യായീകരണ സിംഗം? എന്നാൽ കുറെ കൂടി മികച്ച മറ്റൊരു കാരണം കൂടിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ എഴുതി സമയം കളയാതെ ഡീസന്റായി ഞാനൊരു പുസ്തകം എഴുതണമെന്ന് എന്റെ ഭാര്യ ലക്ഷ്മി കുറെ കാലമായി പറയുന്നു. കോവിഡ് കാലത്ത് അതങ്ങനെ സംഭവിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ജില്ലാ കലക്ടർ ആയിരുന്ന നാളുകളിൽ കടന്നുപോയ ഏറെ സ്വകാര്യമായ വൈകാരിക വിക്ഷോഭങ്ങൾ അടുക്കിപ്പെറുക്കുവാനാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായും ശ്രമിക്കുന്നത്. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന ഗീർവാണം മുഴക്കലല്ല, മറിച്ച് ഞാൻ ഇതിലൂടെ കടന്നുപോയി എന്നതിനെക്കുറിച്ചാണ് പുസ്തകം. കളക്ടറായിരുന്ന നാളുകളിലെ സംഭ്രമജനകമായ നിമിഷങ്ങളെക്കുറിച്ച് വായിച്ചാൽ നിങ്ങൾ ഞെട്ടും എന്നൊന്നും പറയാൻ ഞാനില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ആഴത്തിൽ തൊട്ട സംഭവങ്ങളുടെ നേർക്കാഴ്ചയാണിതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു സർവീസ് സ്റ്റോറി അല്ല എന്നുകൂടി വ്യക്തമാക്കട്ടെ, മറിച്ച് കമ്പാഷൻ. അതിനെ എന്താണ് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത്? ആർദ്രതയെന്നോ, സഹാനുഭൂതിയെന്നോ, കരുണയെന്നോ? കമ്പാഷൻ എന്ന ഒറ്റ പ്രമേയത്തിൽ ചേർത്ത് കെട്ടാവുന്ന സംഭവങ്ങളുടെയും ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും ഓർമ്മ പുസ്തകം മാത്രമാണിത്. പുസ്തകത്തിൽ വിശദീകരിക്കുന്ന സംഭവങ്ങളിൽ എനിക്കുള്ള പ്രാധാന്യത്തിന് അർഹിക്കുന്ന പുച്ഛവും വമ്പൻ കിഴിവും നൽകി വായിച്ചെടുക്കാൻ വായനക്കാരോട് മുൻകൂറായി അഭ്യർത്ഥിക്കുന്നു. മലയാളികൾ അറിഞ്ഞു വേണ്ടത് ചെയ്തോളും എന്നറിയാഞ്ഞിട്ടല്ല. ഏതൊരു പഴങ്കഥയിലും അവനവന്റെ മിടുക്കിനെപ്പറ്റി അതിശയോക്തി കലർത്തി പറയുക എന്നത് മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ചോദനയാണ്. കഥാവശേഷൻ എന്ന ചിത്രത്തിൽ ഒരേ സംഭവം പലരുടെയും കാഴ്ചപ്പാടിൽ പല ഫ്ലാഷ് ബാക്കുകളായി കാണിച്ചതാണ് ഓർമ്മയിൽ വരുന്നത്. അവനവന്റെ കഥയിൽ അവനവൻ തന്നെ ഹീറോ. ഷമ്മിയുടെ ലോകത്ത് ഷമ്മി തന്നെയാണ് ഹീറോ. പറഞ്ഞു വന്നത് ഇക്കാര്യത്തിലെന്നല്ല, എല്ലാ കാര്യത്തിലും ഞാനും മനുഷ്യനാണ് എന്നാണ്. എല്ലാം തികഞ്ഞവനെ ഈ പുസ്തകത്തിൽ
Sample complete. Ready to continue?